ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. ഇന്നൊരു പീരിയഡ്സ് ഡേയും കൂടിയാണ്. അപ്പോൾ അമ്മ രാവിലെ പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആമി പെണ്ണ് ഉറങ്ങി എണീറ്റുണ്ടായിരുന്നു രാവിലെ. ഇന്നലെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ പോയിട്ട് ആമീനൊക്കെ കുത്തി എണീപ്പിച്ചപ്പോൾ പിന്നെ എനിക്ക് കുളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേഗം ഞാൻ ആ മാമേൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ വേഗം കുളിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. കുളിച്ചിറങ്ങി. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ആമി വരുന്നതിന് മുന്നേ വേഗം ഭക്ഷണം കഴിക്കാം. പിന്നെ ആമിക്ക് കൊടുത്താൽ മതിയല്ലോ. അവളാണെങ്കിൽ കുറേ നേരം ഇപ്പോൾ വേണം. അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പിന്നാലെ നടന്നിപ്പോൾ കൊടുക്കണം. അപ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ വേഗം ഞാൻ കഴിച്ചിട്ട് പിന്നെ അവൾക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അതാ പഴവും പപ്പടവും ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളയപ്പം ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു. അത് ഏട്ടൻ കഴിച്ചു. എനിക്ക് പഴമാണ് കൂടുതലിഷ്ടം. അപ്പോൾ അതാ നല്ല നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ. ആരും ലൈക്ക് ചെയ്യുന്നില്ല. കൂടിപ്പോയോ 4, 5, 8 ലൈക്ക്. അതിൽ കൂടുതൽ ലൈക്സൊന്നും നമുക്ക് കിട്ടുന്നില്ല. എന്താണെന്നറിയില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോണതാണോ, അതോ മനഃപൂർവ്വം ലൈക്ക് ചെയ്യാത്തതാണോ, അത് വീഡിയോ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? ലൈക്കും കമൻറ്റുകളും ഒന്നും അങ്ങനെ വരുന്നില്ല. അപ്പോൾ മാക്സിമം ഒരു ലവ് ചിഹ്നാണെങ്കിൽ ഒരു ലവ് ചിഹ്നെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടാൻ നോക്കട്ടെ. അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോരുത്തരുടെ കമൻറ്റൊക്കെ ഇടുന്നത് കാണുമ്പോൾ. അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതാക്കി ഇങ്ങനെ പഴം ഇങ്ങനെ പപ്പടം കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. ചില സമയത്ത് അമ്മ പുട്ടും ഉണ്ടാക്കലുണ്ട്. പക്ഷേ എനിക്ക് പുട്ടിനോട് വലിയ താല്പര്യമില്ല ഇങ്ങനെ കഴിക്കുമ്പോൾ, പഴം ഉണ്ടാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുട്ടും പഴമാണോ പഴം പപ്പടമാണോ എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതാ ആമി വരുന്നതിന് മുന്നേ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് ചോദിച്ചു. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അമ്മ എന്നിങ്ങനെ വിളിക്കുന്ന കേൾക്കാനുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കണത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മോളേനെ ഇങ്ങോട്ട് വിളിക്കാം. കളിക്കാൻ പോയതല്ലേ. കളിക്കാൻ പോയത് പറഞ്ഞാൽ രാവിലെ എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് വേണമായിരുന്നു, അങ്ങനെ കുളിക്കാനും കുറച്ച് പരിപാടിക്കൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയതാണ് അമ്മമ്മ. അപ്പോൾ തന്നെ ഞാൻ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ നല്ല വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു വീടിൻ്റെ അടുത്തും ഒക്കെ. ഇപ്പം ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞല്ലോ. റോഡ് നീളെ ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് വയനാട്ടിലത്തെ കാര്യം ആലോചിച്ചിട്ടാണ് ഭയങ്കര സങ്കടം. അപ്പോൾ മാക്സിമം എല്ലാവരും സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിക്കുക. നമ്മൾ ചെറിയൊരു രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള പരിപാടികൾ ഫുള്ള് ആമിയുടെയാണ്. ആമീനെ കുളിപ്പിക്കണം, ആമിക്ക് ചോറ് കുഴയ്ക്കണം. ഞാനിപ്പോൾ 3 നേരം ഇപ്പോൾ കഞ്ഞി തന്നെയാണ് കൊടുക്കാറുള്ളത്. എന്തെങ്കിലും കഴിക്കണം. അവളിപ്പോൾ പലഹാരമൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. അവൾക്ക് ഇനി ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ മതി. അപ്പോൾ പാപ്പു പഴം എന്ന് പറഞ്ഞ് നിൽക്കാണ്ട്. അപ്പോൾ അവൾക്ക് പല്ല് തേപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞ് ബ്രഷൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മാമൻ്റെ മോളെ അപ്പുട്ടി. അവളാണ് കേട്ടോ. അവൾക്കുള്ള സകലമാന സാധനങ്ങൾ അവൾ തന്നെയാണ് കേട്ടോ അവൾക്ക് മേടിച്ച് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അതാ പല്ലൊക്കെ തേക്കാൻ ഇങ്ങനെ അടങ്ങിയിട്ടൊക്കെ നിന്ന് തരും അവൾ. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്ത് വായൊക്കെ കഴുകിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ്, ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ്, അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കൂട്ടോ. കയ്യിൽ തിന്നൊന്നുമില്ല, എന്നാലും കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടക്കും. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊടിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ വഴിയെ ഓടണം, അടിച്ചോരാനോ അല്ലെങ്കിൽ ഉറുമ്പ് വന്നിട്ട് കുഞ്ഞിനെ കടിച്ചിട്ടൊരു വഴിക്കാക്കും. ഒരു ദിവസം ഇവള് തിന്നിട്ടൊക്കെ ഇട്ടിട്ട് ഉറുമ്പ് വന്നിട്ടൊക്കെ കടിച്ചൊരു പരുവാക്കിയിട്ടുണ്ടായിരുന്നു കാലൊക്കെ. അപ്പോൾ എനിക്ക് പേടിയാണ്. ഇവള് എവിടെയെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയിടും ചെയ്യും. നമ്മളത് കാണൂല്ലല്ലോ. നമുക്കിപ്പോൾ എപ്പോഴും ഇപ്പോൾ അവൾ പിന്നാലങ്ങ് നടക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമ്മളൊന്ന് കണ്ണ് തെറ്റുമ്പോഴായിരിക്കും ഇവള് ഓരോ കുരുത്തക്കേട് ഒപ്പിച്ച് വെക്കണത്. ഇപ്പോൾ ഇതാ പഴം കൊടുക്കാൻ വേണ്ടി ഞാൻ പഴത്തിൻ്റെ ആര് കളയാൻ വേണ്ടി നിന്നതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവളത് തട്ടിപ്പറിച്ച് മേടിച്ച് എൻ്റെ അടുത്തുനിന്ന്. എന്നിട്ട് ഞാനത് പിന്നെയും പിടിച്ച് വലിച്ച് മേടിച്ചിട്ട് ആരൊക്കെ കളഞ്ഞിട്ട് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു കേട്ടോ.
അപ്പോൾ അത് ആ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതങ്ങനെ കോഴിബാബേനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പഴം കഴിക്കുകയാണ്. പിന്നെ ഞാൻ അവൾക്ക് ഡെയിലി രാവിലെ കൊടുക്കുന്നൊരു കാര്യമായിരുന്നു കഞ്ഞിക്കൂർക്ക. ഇപ്പോൾ ഓങ്ങല്ലൂർ പോയതിന് ശേഷം കഞ്ഞിക്കൂർക്കയുടെ അതൊക്കെ അവൾ ഉമ്മർത്ത് പോയി കഴിഞ്ഞാൽ ഒക്കെ പറിച്ച് കളയണ കാരണം ഒന്നും അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വീണ്ടും ഇതിവിടെ വന്നപ്പോൾ ഞാൻ വീണ്ടും കൊടുത്തു തുടങ്ങി. ഇത് വന്നിട്ടൊരു മുറിക്കൂടി പണ്ടൊരു ഇലയാണ് കേട്ടോ. നമുക്കിപ്പോൾ കയ്യിൽ പെട്ടെന്ന് മുറിയോ കാലുമ്പോൾ മുറിയോ ചോര നിൽക്കാത്ത അവസ്ഥയ്ക്കാണെങ്കിൽ ഈ ഇല ഉണ്ടല്ലോ 2 പറിച്ചിട്ട് നന്നായിട്ട് തിരുമ്മിട്ട് അതിൻ്റെ ചാറ് ആ മുറിയുമാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പഴുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ നിറച്ചുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു കൊമ്പ് കുത്തിയാൽ മതി, നിറച്ചിങ്ങനെ തുരുത്തുരാനുണ്ടാവും വള്ളി പോലെ. നല്ല രസമാണ്. ഒരു വയലറ്റ് കളർ, ഒരു മുന്തിരിച്ചാറ് പോലെയൊക്കെ ഉണ്ട് അതിൻ്റെ നീരൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ആ കഞ്ഞിക്കൂർക്ക വാട്ടിയിട്ട് ഞാൻ അവൾക്ക് കൊടുക്കുകയാണ്. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ പനകൽക്കണ്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അലിയിച്ചിട്ടൊക്കെയായിരുന്നു കൊടുക്കുക. അത് പിന്നെ അതിങ്ങനെ പനകൽക്കണ്ട് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് കിട്ടില്ല, നിറച്ച് ഉറുമ്പ് വന്നിട്ട് ഒന്നും കിട്ടില്ല നീര്. അപ്പോൾ അത് അവൾക്കിങ്ങനെ അതിങ്ങനെ കുടിക്കണം മറ്റും ഇങ്ങനത്തെയൊക്കെ കുടിക്കും. മരുന്ന് അങ്ങനത്തെയൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ല വാശിയുള്ള സമയത്ത് മാത്രം അവൾക്ക് മരുന്ന് കുടിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവാത്തതായിട്ടുള്ളൂ. അവളുണ്ട്, അവളുടെ 2 സുട്ടും ഉണ്ട്, സുട്ടും ഇട്ടു. ചെല്ല് പിടിച്ചോ അമ്മീനെ പിടിച്ചോ സുട്ടുവാ. നിങ്ങൾ എന്താടോ ഒരു മുട്ട ഇടാത്തത്? എന്താ അവിടെ കുറുമ്പ് കാണിക്കുന്നുണ്ട് ഒരാള്. എത്തിച്ച് പിടിക്കണ്ട മോളെ. പിടിച്ചോ ചുട്ടോ അതൊന്നും വലിച്ചിടല്ല. കുറുമ്പിയേ അതാ ആമിയുടെ പാമ്പേച്ചല്ലേ, അപ്പൊ അതെടുത്തു കണ്ണു കുത്തു. ഒരു കുഞ്ഞ കഷ്ണം പഴമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് അവിടെ ഇങ്ങനെ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അവളേനെ കുളിപ്പിക്കണം. കുളിപ്പിച്ചിട്ട് ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് കുളിപ്പിച്ച് അവൾക്ക് ചോറ് കൊടുക്കണം. ആമി ഒളിച്ചോ മമ്മി, അതാ ഒന്ന് മോഹൻലാൽ കാണിച്ചെടുത്തൊന്ന് മോഹൻലാൽ. അയ്യോ മമ്മൂട്ടി എങ്ങനെയാ? മമ്മൂട്ടി എങ്ങനെയാ? മമ്മൂട്ടി എങ്ങനെയാ? മമ്മൂട്ടി എങ്ങനെയാ കാണിക്കടി? അങ്ങനെ മമ്മൂട്ടി. നമ്മുടെ സ്വത്താരാ? നാനാ പറ നമ്മുടെ സ്വത്താരാ? നാനാ പറ. എന്താ അത്? പൂച്ചക്കുട്ടിയാ? കുളിക്കണ്ടേ? കുളിക്കണ്ടേ നമുക്ക്? ഇതാരെങ്ങനെ പഠിപ്പിച്ചത്? നിന്റെ അച്ഛൻ്റെ പണിയല്ലേ ഇങ്ങനെ പഠിപ്പിച്ചത്? ഉലു എന്നുള്ളത്. കുളിക്കാ? കഞ്ഞി വെച്ചണ്ടേ? കഞ്ഞി പാപ്പു തിന്നാനുള്ള മടിച്ചിപ്പെണ്ണാണ് അമ്മയുടെ. മാപ്പു തിന്നാനുള്ള മടിച്ചിപ്പെണ്ണ്. അയ്യോ കുളിക്കാന്ന്
എന്താ അമ്മ കുഞ്ഞു കാട്ടണേ? പൂഴാനോ? അപ്പുട്ടി അപ്പുട്ടി വരുന്നുണ്ട്. അപ്പുട്ടി വരുന്നുണ്ട്, പോയി നോക്കിയേ. ചെല്ല്. എന്താ പെണ്ണേ? വാവോ വാവോ, നമ്മുടെ കുട്ടി വാവോ. വാങ്ങിക്കോട്ടാ വാങ്ങിക്കോട്ടാ. എൻ്റെ കയ്യിൽ ഒരുപാട് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണേ. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന ഓങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ അതാ പുറത്തേക്ക് എടുത്തിട്ട് ഓരോന്നായിട്ട് സെറ്റാക്കാൻ പോവുകയാണ്. ഇന്ന് മൊത്തമൊന്നും ചെയ്യത്തില്ല, കുറച്ച് ചെയ്യത്തുള്ളൂ. കാരണം വെയ്യ, നടുവൊക്കെ ആകെ ഒരു വേദന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുമ്പിട്ടെടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ അത് അപ്പു സഹായത്തിനുള്ളത് കാരണം വലിയ കുഴപ്പമുണ്ടായില്ല. ഞാൻ പറഞ്ഞൊക്കെ ഒന്ന് പുറത്തേക്കൊന്ന് വലിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ഇവളിപ്പോൾ നേരത്തെ ഞാൻ ലിപ്സ്റ്റിക് കളക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഡ്രസ്സ് കോസ്റ്റ്യൂമാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവൾ അതൊക്കെ വൃത്തിയാക്കുകയാണ്, കിടക്കയിൽ ഇരുന്നിട്ട് അതൊക്കെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് ശേഷം ഞാൻ നല്ല ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ച്, പാൻറ്റുകൾ വേറെ, ഏട്ടൻ്റെ ഷർട്ടുകൾ വേറെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആമിയുടെ കുറേ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കുക എന്നാണ് കഴിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഒരു കുഞ്ഞൊരു വീടും ഉണ്ട്, എന്താ പറയുക, 2 വീടിന് ഒത്ത സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. അപ്പോൾ ഞാൻ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ തിരികെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ വേഗം ഇടുന്ന ഡ്രസ്സുകളൊക്കെ, ഡെയിലി വെയേഴ്സൊക്കെ ഇടുന്ന ഡ്രസ്സുകളൊക്കെ എന്ത് കാണുന്ന സ്ഥലത്തും ബാക്കി കലമാറുള്ളിലൊക്കെ പൂഴ്ത്തി വെക്കാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ അതാ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. ഈ അപ്പൂട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഇന്ത്യയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടി. മീഷോന്ന് മേടിച്ചതായിരുന്നേ. അപ്പോൾ അതിക്ക് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊള്ളാണ്ടേ ആയി, സൈഡ് ഇങ്ങനെ കൊള്ളാണ്ടേ ആയപ്പോൾ ഞാൻ പിന്നെ അത് മാമൻ്റെ മോൾക്ക് കൊടുത്തു. പിന്നെ അത് അവൾ ഷേപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രസ്സാണ്. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാനിത് കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത്. നല്ല സുഖമായിരുന്നു ആ സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടേ. പിന്നെ അതാ ഇത് മീഷോന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. അത്ര 500 സംതിങ് ഒക്കെ ആയിരുന്നു. ഞാൻ മീഷോ ഡ്രസ്സ് കളക്ഷൻസിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടണമെന്ന് വിചാരിക്കണം, കുറേ ആയി. പക്ഷേ കുറച്ച് ഡ്രസ്സ് കൂടി അവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തായാലും എല്ലാവരും കണ്ട് നല്ല സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് സെക്കൻഡ് പാർട്ട് ഇടണം. ഞാൻ വേഗം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡ്രസ്സ് കളക്ഷൻസ്. അപ്പോൾ ഓങ്ങല്ലൂർ വീട്ടിൽ നിന്ന് ഇനി കുറച്ചുകൂടി സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. ഞങ്ങൾക്കല്ല, ഏട്ടനെ അങ്ങോട്ട് കുറച്ചും കൂടി ഒഴിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു, ഭയങ്കര വിഷമമായി. ഇനി അങ്ങോട്ടൊക്കെ തന്നെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 5-6 മാസം കൂടിയൊക്കെ കഴിഞ്ഞിട്ടേ ഒന്നും കൂടിയൊക്കെ ഒന്ന് സെറ്റായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഓണൊക്കെയാണ് വരാൻ പോണത്. ഇനിയിപ്പോൾ അതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ പിന്നെന്താ ഇങ്ങനെയൊക്കെ തന്നെ പോകണം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണു. പല സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ സേഫായിട്ട് ഇരിക്കുക. പെട്ടെന്നാണ് ഉരുൾപൊട്ടൽ അതൊക്കെ കേൾക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. ആ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.